എനിക്ക് സംശയമുണ്ട്. നിങ്ങളൊരു അവസരം കിട്ടിയപ്പോൾ പറയാനുള്ളതെല്ലാം പറഞ്ഞാണെങ്കിലോ? ഞാൻ നിന്റെ അച്ഛനെ ചീത്ത വിളിക്കേണ്ട വല്ല കാര്യമുണ്ടോ? പല വൈരാഗ്യവും നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം. എന്തിന്? എനിക്ക് നിന്റെ അച്ഛനെ കുറിച്ച് ചെറിയ വിമർശനങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ശരി തന്നെ. പക്ഷെ അങ്ങനെ ചീത്ത വിളിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എന്തുപാട് ഇത്? നിങ്ങളുടെ ഇഷ്ടം സ്നേഹമൊക്കെ എത്ര പെട്ടെന്ന് വരുന്നോ? ഇങ്ങനെ എന്റെ അച്ഛനെ ചീത്ത വിളിച്ചാ? ചീത്ത വിളിച്ചോ? ചീത്ത ഒന്നും വിളിച്ചില്ല അച്ഛാ. ആ സുമേഷ് ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ കുറ്റം പറഞ്ഞു, അത്രേ ഉള്ളൂ. കുറ്റമൊന്നുമല്ല, വായി തോന്നുന്നതെല്ലാം വിളിച്ചു പറഞ്ഞു. എന്തോ വായി തോന്നിയാ പറഞ്ഞു? അച്ഛാ ഞാൻ പറഞ്ഞ് നീ എന്തിനാടാ കുടുംബത്തിൽ പറയിപ്പിക്കാൻ വേണ്ടിട്ട് വന്നത് അങ്ങനെ ചോദിച്ചു. പിന്നെ എന്തോന്ന് പറഞ്ഞ് തേർഡ് റേറ്റ് കുറ്റവാളി എന്ന് വിളിച്ചു, അത്രേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ കേട്ടാ എന്റെ അച്ഛന് ഫീൽ ചെയ്യലേ? പിന്നെ ഫീൽ ആവും. തന്നെയല്ല, പണ്ട് ചെറിയൊരു കേസ് പെട്ട എന്റെ അച്ഛനൊന്ന് ജയിലിലും പോയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ കാണുമ്പോഴേ തോന്നിയിട്ടുണ്ട് റോങ് ആണെന്ന്. അത് വൈരാഗ്യം കൊണ്ട് അവരോ കള്ളക്കേസ് കൊടുക്കിയതാ. ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ വൈരാഗ്യം തന്നെ ആയിരിക്കും അല്ലേ അച്ഛാ? എന്താ കേസ്? പറയാതിരിക്കാ വേഗം. പുറത്തുവരാൻ കൊള്ളൂലേ? അച്ഛാ അടിച്ചു പിരിഞ്ഞോ? ആരടിച്ചു പിരിഞ്ഞു? ഇവിടെ ഒരു പ്രശ്നമില്ല. അല്ല, ചേട്ടത്തിന്റെ മോന്ത ബലൂൺ കണക്ക് വീർത്തിരിക്കുന്നു. അത് ഇപ്പൊ ഒരു കടന്തൽ കുത്തി ഇപ്പൊ പറന്നു പോയതേ ഉള്ളൂ. ഓ, എന്നാ നിങ്ങൾ ഒട്ടും പേടിക്കണ്ട. നിങ്ങൾ മുട്ടുകുത്തുന്ന രീതിയിലുള്ള മുട്ടമണി ആയിട്ടാ സുമേഷ് വന്നിരിക്കുന്നത്. എന്താണ് പണി? എന്താ പണി? ചേട്ടൻ ഭയങ്കര മൃഗസ്നേഹിയാന്നല്ലേ പറഞ്ഞു നടക്കുന്നത്? ഞാൻ മൃഗസ്നേഹി തന്നെയാണ്. ആന്നല്ലേ? എന്നാ ചേട്ടൻ മൃഗസ്നേഹി അല്ലെന്ന് ഞാൻ പറഞ്ഞു വരുത്തും. എന്നിട്ട് ചേട്ടൻ ഒരു ആനയുടെ ബാക്കിൽ മൃഗീയമായിട്ട് കുത്തുന്ന ഫോട്ടോ ഞാൻ ഫോട്ടോഷോപ്പ് ചെയ്ത് എഡിറ്റ് ചെയ്ത് നാട്ടുകാർ കാണിച്ചു കൊടുക്കും. അയ്യോ അയ്യോ, ഞാൻ പേടിച്ച് തല ഇറങ്ങിപ്പോയി. ഇതാണോ വലിയ പ്ലാൻ? അച്ഛനൊന്നും കൂടുതലൊന്നും പറയണ്ട, അച്ഛനും ഉണ്ട് പണി. അച്ഛൻ പൈലറ്റാന്നല്ലേ പറഞ്ഞോണ്ട് നടക്കുന്നത്. ഞാൻ പറഞ്ഞോണ്ട് നടക്കും അച്ഛൻ അവിടെ മുറുക്കാൻ കടയെന്ന് നാട്ടുകാർക്ക് ഞാൻ പറയും. എന്നിട്ട് അച്ഛന്റെയും മുറുക്കാൻ കട ഇരിക്കുന്ന ഫോട്ടോ ഫോട്ടോഷോപ്പ് വെച്ച് എഡിറ്റ് ചെയ്ത് നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കും. നോക്ക് നിനക്ക് പണി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേട്ടാ പണി ഉണ്ടാക്കി അല്ല നിനക്ക് എന്താ? എനിക്കെന്തോ എന്താ കുഴപ്പമൊന്നും? എനിക്കൊരു കുഴപ്പമില്ല. ചുമ്മാ ഫോൺ ചെയ്യേണ്ട കാര്യം എന്താണ്? എന്ത് ഫോൺ ചെയ്ത്? എന്ത് ഫോൺ ചെയ്ത്? ചേട്ടന്റെ കയ്യിലിരിപ്പുണ്ടല്ലേ ഞാൻ ചെയ്തത്? എന്ത് കയ്യിരിപ്പ്? എന്താ കയ്യിലിരിപ്പ്? ആരുടെ കയ്യിലിരിപ്പ്? കെട്ടിയിട്ട് എന്തോ നിയമമാണ്? മാറ്റുന്നോ? ആവശ്യം വേണ്ട, നിനക്ക് വേണ്ടെങ്കിൽ പിന്നെ എനിക്കും വേണ്ട. നേരം കാറ്റിന്റെ വാതിൽ ചായ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. നീ അവളുടെ അടുത്തൊന്ന് സംസാരിക്കണം. എന്തിനാ? അതെ, അവളെ അച്ഛൻ വിളിച്ചായിരുന്നു. അപ്പൊ ഞാൻ അസഭ്യം പറഞ്ഞു. സഭ്യം അല്ലാത്തത് അസഭ്യം. അസഭ്യം അല്ലാത്ത സഭ്യോടാ. എന്റെ പൊന്നേട്ടാ, അവർക്ക് വിപരീതവാദം പറഞ്ഞു കൊടുക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. അതെ, ഈ സുമേഷ് രാവിലെ മുതൽ വേറെ വേറെ നമ്പറിൽ നിന്ന് തന്നെ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിനിടയ്ക്ക് അവളുടെ അച്ഛൻ പുതിയ നമ്പറിൽ നിന്ന് തന്നെ വിളിച്ചു. ഞാൻ അറിയാതെ എന്തൊക്കെ വായി തോന്നി എന്തൊക്കെയാ വിളിച്ച് പറഞ്ഞു. പ്രശ്നം. അയ്യോ പാവപ്പൻ ഫീലായി കാണുമല്ലേ? അതിനിപ്പോ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. അച്ഛനെ നേരെ തിരിച്ചു വിളിക്കുക, എന്നിട്ട് പറയുക സുമേഷ് ഇങ്ങനെ കളിപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് സുമേഷ് ആണെന്ന് കരുതി പറഞ്ഞതാണ്, ക്ഷമിക്കണമെന്നങ്ങ് പറഞ്ഞേക്ക. അത്രേ ഉള്ളൂ. സുമേഷാണ്? സുമേഷ് ഇങ്ങനെ പറഞ്ഞു, അപ്പൊ അതുകൊണ്ട് അവൻ കളിപ്പിക്കാന്ന് വിചാരിച്ച് ചീത്ത പറഞ്ഞാന്നങ്ങ് പറഞ്ഞേക്ക. അച്ഛനാന്ന് അറിഞ്ഞില്ല എന്ന് പറ. ഞാൻ എന്റെ അനി ഇങ്ങനെ ഒരുത്തനാണ്, ഞാൻ ഇങ്ങനെ വിളിച്ച് പറയും. നമുക്ക് ഒരു ഇതില്ല, സ്റ്റാറ്റസ് ഇല്ല നമുക്ക്. ശരിയായിട്ടോ, അത് നമുക്കുണ്ട്, അവനില്ലെങ്കിലും. അതെ വരുന്നു. എന്താ തീരുമാനിച്ച്? എന്ത്? എന്റെ കൂടെ പ്രതികാരം ചെയ്യാൻ വരുന്നോ ഇല്ലയോ? അതോ പ്രതികാരം ചെയ്യാൻ വരുന്നോന്ന്? എന്തിന്? നീ ഇത് ഏത് വർഷമാണ്? 2020. എനിക്ക് 2021 കാണണോ? ഓ, മാസ് ഡയലോഗടേ. ഞാൻ ചേട്ടനെ ആനയെ കുത്തുന്ന ഫോട്ടോ അവിടെ പണിയാൻ കൊടുത്തിട്ടുണ്ട്. അതിപ്പോ ഇങ്ങ് വരും. കൊടുത്ത് സുമേഷിന്റെ ചേട്ടനായി പോയി അടിക്കാൻ പറ്റില്ല. എടി, ഞാൻ മുറുക്കാൻ കടക്കാരനാണെന്ന് ചെറുക്കൻ പറഞ്ഞു പറ്റിയ ഈ നാട്ടുകാർ അതങ്ങ് വിശ്വസിക്കൂ? ഈ മുറുക്കാൻ കടക്കാർക്ക് എന്താ ഇത്ര കുഴപ്പം? കുഴപ്പമൊന്നുമില്ല, പക്ഷെ പൈലറ്റിനെ പോലെ ആവില്ലല്ലോ. ശരിയാ, പൈലറ്റിനെ പോലെ ആകല്ല, പക്ഷെ ഈ കൊടിവീശൽക്കാരെക്കാളും ഭേദം. ഒന്ന് ചുമ്മാ ഇരിക്കോ, മനുഷ്യനോട് പ്രാന്തെടുത്തിരിക്കുക.
എന്താണ് ഒരു ആലോചന? ഒന്നുമില്ല, വെറുതെ. വെറുതെ ആ ഉത്തമ, നമുക്ക് ആ സുമേഷിനോട് ജംഗ്ഷനിൽ പോട്ടെ ആ പ്രശ്നം അങ്ങ് പരിഹരിക്കാം. വെറുതെ എന്തിനാണ് അവനെ പിടക്കുന്നത്? അച്ഛൻ എന്താണ് അച്ഛാ കുഴപ്പം? അച്ഛൻ അവന്റെ താളത്തിന് തുള്ളാനും നിൽക്കണ്ട ചുമ്മാ. എടാ നിനക്ക് അറിഞ്ഞൂടാത്തോണ്ടാ, നമ്മുടെ നാട്ടിൽ എന്ത് കണ്ടാലും കേട്ടാലും അതേപോലെ വിശ്വസിക്കുന്ന കുറെ പൊട്ടന്മാരുണ്ട്. മുറുക്കാൻ കടക്കാരൻ കുഞ്ഞുണ്ണിയും ആനത്തല്ലി ഉത്തമനും ഒരു തീരുമാനത്തിൽ എത്തിയോ? നീ പോയി ആ ഫോട്ടോയുടെ പ്രിന്റ് എടുത്തോണ്ട് വാടാ. ആ അത് ശരി. അപ്പൊ നീയോ അവന്റെ വശത്തായ? എന്റെ അച്ഛനെ കുറച്ച് ചീത്ത വിളിച്ചതല്ലേ, കുറച്ച് നാറട്ടെ. ഞാൻ പ്രിന്റ് എടുക്കുവേ. നീ എടുക്കടാ. അയ്യോ അയ്യോ, പിന്നെ ഞാൻ അങ്ങ് പേടിച്ചു വേടാ, പേടിച്ചു പോയി ഞാൻ. ഡേയ്, നീ എന്തിനു ചുമ്മാ അവനെ ഇളക്കുന്നത്? എടാ സുമേഷ, നിന്നോട് ഞാൻ വരാടാ. എന്താ പോരെ? അച്ഛാ അവന്മാരെ അവിടെ അടിച്ചിളക്കും അച്ഛനെ. അവളെ കാര്യം എന്റെ ചേട്ടാ പേടിക്കൊന്നും വേണ്ട, അവരെല്ലാം മുതു കിളവന്മാരാ. എന്നാ പിന്നെ നിനക്ക് പോയി അടിച്ചുകൂടെ? ഞാൻ പോയി അങ്ങനെ ശരിയാവും? ഞാൻ അവരെക്കാട്ട് ഇളതല്ലേ, എനിക്ക് റെസ്പെക്ട് കൊടുക്കണം. റെസ്പെക്ട്? ആ പിന്നെ ഭയങ്കര റെസ്പെക്ട് ആണ്. നിങ്ങൾ വന്നില്ലല്ലേ? നിങ്ങളാരും പോണ്ട, ഞാൻ പോകോളാം. അമ്മ എന്തിനുള്ള പുറപ്പാടാ ഇത്? നീ ചുമ്മാ ഞാൻ കൂടെ വരാം. വേണ്ട, ഒറ്റ ഒരെണ്ണം ഇവിടെ നിന്ന് ഇറങ്ങി പോകരുത് കേട്ടോ. അവിടെ ഇരുന്ന് ഓടണം. കണ്ട് പടി. എന്റെ കൊച്ചുമോനെ ആരാ കളിയാക്കിയതെന്ന് അറിയണമല്ലോ. ഞാനും കൂടെ വരാം അവിടെ അതിന്റെ കൂടെ. കണ്ട് പടി അങ്ങോട്ട്.